ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കത്തിരിക്ക മസാലയുടെ റെസിപ്പിയും പിന്നെ കൂടെ ഒരു തന്തൂരി ചപ്പാത്തിയും കൂടി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കത്തിരിക്ക മസാലക്കറിയും പിന്നെ ചപ്പാത്തിയുമാണ്, തന്തൂരി ചപ്പാത്തിയുമാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയുമാണ്. രണ്ടും നല്ലൊരു കോംബോ ആയിട്ടുള്ളതെന്നാണ്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തിയും പിന്നെ ഈ കത്തിരിക്ക മസാലക്കറിയും എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ വരും, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് കത്തിരിക്ക മസാലക്കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 2 കത്തിരിക്ക നെടുകെ ഒന്ന് കട്ട് ചെയ്തതാണ്, ഒരു 1/2 ഇഞ്ച് വണ്ണത്തിൽ ഒന്ന് കട്ട് ചെയ്തതാണ്. എന്നിട്ട് അത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇതാ കത്തിരിക്ക മൊത്തവും ഞാൻ ഇതിലേക്ക് നിരത്തി കൊടുത്തു. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റായ രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എണ്ണയിൽ കിടന്ന് തന്നെ നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു 5 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ പച്ചമുളകും ഇട്ട് കൊടുത്തു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണേ. കത്രികയുടെ അടിഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മറിച്ചിട്ട് കൊടുത്തു. ഇനി ഒരു മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവേ. കത്തിരിക്ക നന്നായിട്ട് വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. എണ്ണ വാർന്ന് പോകാൻ വേണ്ടി ഒന്ന് ഇതുപോലെ ഒന്ന് കോരിയിട്ട് ഒന്ന് ചരിച്ച് പിടിക്കുക കണ്ണാപ്പ. അപ്പോൾ ഇതാ നമ്മുടെ കത്തിരിക്ക മൊത്തവും ഞാൻ കോരിയെടുത്തേ. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്കിതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ടൊമാറ്റോയാണ് കേട്ടോ. അപ്പോൾ ഇത് 5 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കുറുക്കെ. എന്നിട്ട് നമുക്കിത് ഒന്ന് ഇതിലേക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ വലിയ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ചെറുതായത് കൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 5 നിരത്തി കൊടുത്തു. ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു 2 തുടം വെളുത്തുള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞതാണ്, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. തക്കാളിയുടെ ഒരു പുറമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് നല്ല സോഫ്റ്റായി വരണം. ഇതിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് തുറക്കാം. അപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് സ്കിന്നൊക്കെ നന്നായിട്ട് ചുളുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ടൊമാറ്റോയും വെളുത്തുള്ളിയും കൂടി കോരി മാറ്റാം. കത്തിരിക്ക ഇട്ടിരിക്കുന്ന പാത്രത്തിൽ തന്നെ കോരി എടുത്താൽ മതിയാവേ. അപ്പോൾ അതാ ടൊമാറ്റോയും വെളുത്തുള്ളിയും ഞാൻ ഇതുപോലെ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് എണ്ണയിൽ നിന്ന്. ഇനി ഇതൊന്ന് ആറി കിട്ടണം. അതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്കിന്നൊന്ന് റിമൂവ് ചെയ്യണം കേട്ടോ. തക്കാളിയുടെയും അതുപോലെ തന്നെ നമ്മുടെ കത്തിരിക്കയുടെയും. വെന്ത് നല്ല തൊലിയെല്ലാം നല്ല ഇളകിയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അതിപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ആ വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ടൊമാറ്റോയും കത്തിരിക്കയും എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വരണം. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് ഉടയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു മാഷറോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ബാക്കി വന്ന എണ്ണ ഉണ്ട്, അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 മീഡിയം സൈസ് സവാളയാണ് ഒന്ന് കൊത്തി അരിഞ്ഞത്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് എപ്പോഴും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പ് തുറന്നു. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വഴന്ന് വന്നതിൻ്റെ കളറാണ് കേട്ടോ, അല്ലാതെ കരിഞ്ഞു പോയതല്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയൊക്കെ മതി നമുക്ക് മസാല, കൂടുതലൊന്നും വേണ്ട. ഈ 3 ഐറ്റം മസാല മാത്രം മതി നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാൻ. അപ്പോൾ ഇതാ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണമൊന്ന് മാറി കിട്ടിയിട്ട് ഒരു നല്ലൊരു മൂത്ത സ്മെല്ല് വരും കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ. അപ്പോൾ ഇതാ ഇളക്കി കൊടുത്തിട്ട് ആ നല്ല മൂത്ത സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ കൈകൊണ്ട് തന്നെ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കത്തിരിക്കയും ടൊമാറ്റോയുടെയും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് നോക്കുക. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ, ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സവാളയും മസാലയും കത്തിരിക്കയുടെ കൂട്ടും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കത്തിരിക്ക ഉടച്ച ബൗളിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ലോ ടു മീഡിയത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് നേരം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇട്ടിരിക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കത്തിരിക്കയൊക്കെ നന്നായിട്ട് തിളയൊക്കെ കയറിയിട്ട് നല്ല വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി കുറുവി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എരിവും പുളിയും ഉപ്പുമൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ഫ്ലെയിമൊക്കെ ഓഫാക്കി 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കത്തിരിക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കറി നമുക്കങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു 1.5 കപ്പ് ഗോതമ്പ് മാവ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള രീതിയിൽ കുഴച്ചെടുത്തിട്ട് ചപ്പാത്തിയുടെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇത് കറി ഉണ്ടാക്കുന്നതിന് മുമ്പേ കുഴച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ തീരെ നൈസായിട്ടല്ല, ശകലം ഒരു കട്ടിക്ക് ആണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നും നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് വരാം. എല്ലാം ഒരേ വലിപ്പത്തിൽ ആണ് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ആദ്യത്തേത് ഞാൻ ഇതുപോലെ പരത്തിയെടുത്തു. ഇതേ തിക്നെസ്സിലാണ് ഞാൻ എല്ലാം പരത്തിയെടുക്കുന്നത്. ആദ്യം പരത്തിയെടുത്തു, ബാക്കിയുള്ളതും അതുപോലെ തന്നെ പരത്തിയെടുത്തു. പിന്നെ ഞാൻ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി വെച്ച ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചപ്പാത്തി വേവിച്ചെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒന്ന് ചപ്പാത്തി ഇട്ട് കൊടുത്തു. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ വേറൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2 സെക്കൻഡ് കൂടി കഴിയുമ്പോൾ വീണ്ടും ഒന്ന് അതും കൂടി ചേർത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചുളിവില്ലാത്ത രീതിയിൽ നന്നായിട്ട് നിവർത്തി ഇട്ട് കൊടുക്കണവേ. അങ്ങനെ ഓരോ 5 സെക്കൻഡിലും മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒന്ന് വെക്കുക. അങ്ങനെ ഒരു 5-6 എണ്ണം വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഹാഫ് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേറൊന്നും വെച്ച് കൊടുത്തു. അങ്ങനെ ഒരു 6 എണ്ണമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഒരു മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് ഒരു ഹാഫ് കുക്കാക്കി എടുക്കാം. എല്ലാം ഒത്ത് നമുക്ക് ഹാഫ് കുക്കാക്കി എടുക്കാം.
ഒരു 5 സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 5 സെക്കൻഡ് വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് ഒരു ഹാഫ് കുക്കാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മിനിറ്റിൽ ഒരു 25 ചപ്പാത്തിയോളം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് സമയലാഭം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണിത്. അപ്പോൾ ഇതാ 1 മിനിറ്റൊക്കെ ആയപ്പോൾ ഇതാ 5 ചപ്പാത്തി ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ മൊത്തം ഞാൻ ഇതുപോലെ ഒന്ന് ചപ്പാത്തി ഒന്ന് വാട്ടിയെടുത്ത് ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് തീ കൂട്ടി തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ സെക്കൻഡ് ഇടവിട്ട് ഇത് മറിച്ചും തിരിച്ചും ഇട്ട് ഒന്ന് നന്നായിട്ട് ഒരു നല്ല പൊള്ളി വരും കേട്ടോ. നല്ല മൊത്തത്തിൽ വീർത്ത് വരുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യുക കേട്ടോ. അതാണ് ഒറ്റയടിക്ക് നമുക്ക് പൊള്ളി വരുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം പൊള്ളിച്ചെടുക്കുക. തീരെ അങ്ങ് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതെ മറിച്ചും തിരിച്ചു വിട്ട് പെട്ടെന്ന് കൈകൊണ്ട് തന്നെ അതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഓരോ ചപ്പാത്തിയും ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണേ. കൈ കൊണ്ടാവുമ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കണം. ഇതിന് പ്രത്യേക ചവണയും ഗ്രില്ലുമൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ചവണ ഉണ്ടായിരുന്നു. അത് ഇത്രയും നമ്മൾ കൈകൊണ്ട് എക്സ്പെർട്ട് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് സ്പീഡിലാക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ഒരു 10-20 ചപ്പാത്തി ഞാൻ ഇതുപോലെ ഒന്ന് ഹാഫ് കുക്കാക്കിയതിന് ശേഷം ഇതുപോലെ പൊള്ളിച്ചെടുത്തേ. അപ്പോൾ ചപ്പാത്തി മൊത്തവും ഞാൻ തന്തൂരി ചപ്പാത്തിയാക്കി പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കത്തിരിക്ക മസാലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, പോക്കറ്റ് പോലെ ആയിട്ടുണ്ട്. നല്ല ഒറ്റയടിക്ക് ഒരു അറയായിട്ട് പൊള്ളി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയും അതുപോലെ തന്നെ ഒരു തന്തൂരി ചപ്പാത്തിയുമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ നല്ല കോംബോ ആണ് ഈ ചപ്പാത്തിയും ഈ കത്തിരിക്ക മസാലക്കറിയും കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.